ഹായ്. നമ്മൾ ഹോസ്പിറ്റലിലായിട്ടോ. അപ്പോൾ കുഞ്ഞിന് ഇന്നലെ ചൂടൊക്കെ കൂടിയിട്ട് ചൂട് മാറുന്നില്ല, വിട്ട് വിട്ട് ചൂട് വരുന്നു കുഞ്ഞിന്. അപ്പം നമ്മളതുകൊണ്ട് സഞ്ജീവനി ഹോസ്പിറ്റലിലാണ് കുഞ്ഞിൻ്റെ പീഡിയാട്രിഷ്യൻ അരുൺ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനിങ്ങനെ വിട്ട് വിട്ട് ചൂട് കുറയുന്നുമില്ല, ചൂട് വരാതിരിക്കുന്നുമില്ല, ഇങ്ങനെ വരുന്നു പോകുന്നു അങ്ങനെ വരിക. മെനഞ്ഞാന്ന് രാത്രി തൊട്ട് അങ്ങനെ. ഇപ്പോൾ ഇന്നലെ രാവിലെ ആയപ്പോൾ തൊട്ട് കുഞ്ഞിന് തലയ്ക്കകത്ത് ഭയങ്കര വേദന. അപ്പോൾ തലവേദനയൊന്നും പറയാൻ അറിയുന്നില്ല, തൊടാൻ വയ്യ, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കുഞ്ഞ് എണീറ്റപ്പോൾ തൊട്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിലൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇങ്ങനെ ESR ഉണ്ട് കുറച്ച്. അപ്പം എന്തെങ്കിലും ഇൻഫെക്ഷനാകാൻ ഡോക്ടറൊന്ന് നോക്കാമെന്ന് പറയുന്നു, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒന്ന് ഞങ്ങളെ അഡ്മിറ്റാക്കി. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് പീഡിയാട്രിഷ്യൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഡോക്ടർ വന്ന് കണ്ടിട്ട് എന്ത് പറയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് നിങ്ങളെ ഹോസ്പിറ്റലുകാരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന്. കാരണം വീഡിയോസ് അഥവാ 2 ദിവസം ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ആരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവില്ലേ. നമ്മൾ ഹോസ്പിറ്റലിലായിട്ട് വീഡിയോ ചെയ്യാനുള്ള മനസ്സാരും കാണാതെ പോരുന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം എന്തായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, എല്ലാവരെയും ഒന്ന് എല്ലാവരും അറിഞ്ഞു കാണത്തില്ലല്ലോ, എല്ലാവരെയും ഒന്ന് അറിയിക്കാം എന്ന് വിചാരിച്ച് എടുത്തത്. അല്ലാതെ ഇതും വീഡിയോ എടുത്തിട്ടതല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ 2 ദിവസം ചിലപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിലും നമ്മുടെ അവസ്ഥ ഇതാണെന്ന് എല്ലാവരും അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ദേവൂട്ടന് കുഴപ്പമൊന്നുമില്ല. ദേവൂട്ടൻ ഇപ്പോൾ കുഴപ്പമുണ്ടോ? ഇത് കൈ കാണിച്ചേ. ഇനി കരഞ്ഞൊന്നുമില്ല കേട്ടോ. ചാനൽ ഇട്ടപ്പോഴും കരഞ്ഞില്ല, ടെസ്റ്റ് ഡോസ് എടുത്തപ്പോൾ കരഞ്ഞില്ല, ബ്ലഡ് എടുത്തപ്പോൾ കരഞ്ഞില്ല, സ്ട്രോങ് പോയി.